ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 11-ാമത് വാക്യം. വകതിരിവ് നിന്നെ കാക്കും, വിവേകം നിന്നെ സൂക്ഷിക്കും എന്നുള്ള വചനമാണ്. ഒരു ഭക്തന്റെ ജീവിതത്തിൽ അല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അതിപ്രധാനമായ 2 ഘടകങ്ങൾ: 1 വകതിരിവ്, 2 വിവേകം. ജീവിതത്തിൽ നാം ആരാണെന്നും എന്താണെന്നും എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ മുൻപോട്ട് പോകണമെന്നുമുള്ള ആഴമായ ബോധ്യതയോടുകൂടിയുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകണമെങ്കിൽ നമുക്ക് വകതിരിവും വിവേകവും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. 101-ാം സങ്കീർത്തനത്തിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ഭക്തൻ ദൈവസന്നിധിയിൽ പറയുന്നത്: ഞാനൊരു നീചകാര്യം എന്റെ കണ്ണിനു മുമ്പിൽ വയ്ക്കയില്ല, ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു, അതെന്നോട് ചേർന്ന് പറ്റുകയില്ല. വക്രഹൃദയം എന്നോടകന്നിരിക്കും, ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല. ദൈവത്തിനു വേണ്ടി ജീവിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് നിഷ്കളങ്കമായൊരു ജീവിതത്തിന് നീചമായ കാര്യങ്ങളുടെ മുമ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പശ്ചാത്തലം, ക്രമം കെട്ടി ജീവിക്കുന്നവരുമായി പൂർണ്ണമായി അകന്നു മാറുവാനുള്ള മനോഭാവം, വക്രഹൃദയം, ദുഷ്ടത നിറഞ്ഞ മനോഭാവങ്ങളും വിട്ട് ജീവിക്കുവാനുള്ള ഒരുക്കവുമുള്ളവരായിരിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ട് നാം വകതിരിവും വിവേകവുമുള്ളവരായി ജീവിക്കണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ദൈവം ദയാലുവാണ്, നിഷ്കളങ്കനാണ്, നിർമ്മലനാണ് എന്നതുകൊണ്ട് നാമും അങ്ങനെയുള്ളവരാകുന്നു എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കനുഭവിപ്പാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. 18-ാം സങ്കീർത്തനത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കനാകുന്നു. നമ്മൾ ദയയുള്ളവരായി, നിഷ്കളങ്കതയുള്ളവരായി ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ദയയും നിഷ്കളങ്കതയും നമുക്കും അനുഭവിപ്പാൻ കഴിയുകയുള്ളൂ. നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിർമ്മലത ഉണ്ടെങ്കിൽ ദൈവം നമ്മളോട് നിർമ്മലനായിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വിവേകം നഷ്ടപ്പെട്ട് നാം വക്രത കാണിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവം നമ്മളോട് ആ വക്രത തന്നെ കാണിപ്പാനായിട്ടിടയായിത്തീരുമെന്ന് ഓർപ്പിക്കുമ്പോൾ തന്നെ അടുത്ത വാക്കുകൾ പറയുന്നത്: എളിയ ജനത്തെ രക്ഷിക്കുന്ന ദൈവം, നിഗളിച്ചു നടക്കുന്നവരെ താഴ്ത്തുന്ന ദൈവം എന്നുള്ള പദം കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വകതിരിവുള്ളവരായി, വിവേകമുള്ളവരായി, ദയയുള്ളവരായി, നിഷ്കളങ്കതയുള്ളവരായി, നിർമ്മലതയുള്ളവരായി, നിഗളമില്ലാത്തവരും വക്രത ഇല്ലാത്തവരുമായി ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ നാം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ദിവ്യമായ വെളിച്ചം നമ്മുടെ മേൽ വരുവാനും നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനും ഇടയാകും. ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് വളരെ ശ്രദ്ധാലുക്കളായി ജീവിതം മുൻപോട്ട് കഴിക്കാം. അതിനെൻ്റെ കേൾവിക്കാരായി നിങ്ങളെ ഏവരെയും ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ വിടേണ്ടതിനെ വിടുന്നവരും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുന്നവരും ആ നിലകളിൽ ജീവിതം മുൻപോട്ട് കഴിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.